സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്ത ഖജനാവ്. KSRTC ജീവനക്കാർക്കാകട്ടെ ശമ്പളം കിട്ടിയാൽ കിട്ടി. സപ്ലൈകോയിൽ ഒഴിഞ്ഞ അലമാരകൾ. അവശ്യ സാധനങ്ങൾ പോലും സാധാരണ ജനങ്ങൾക്ക് ലഭ്യമല്ല. പെൻഷൻ കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. ആരോഗ്യരംഗമാകെ കുത്തഴിഞ്ഞു കിടക്കുന്നു. സംസ്ഥാനം ആകെ മൊത്തം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു വിരാമമായി സംസ്ഥാന സർക്കാർ ഒരു വളരെ നല്ല കാര്യം ചെയ്തിരിക്കുകയാണ്. അതെ, ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിനായി 2 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. ഇതാണ് ഇന്ന് RR ടോക്സ് കൈകാര്യം ചെയ്യുന്ന വിഷയം. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2ാം പിണറായി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വളരെ മുന്തിയ ബസ്സിൽ യാത്ര ചെയ്ത് മുന്തിയ ഇനം ഭക്ഷണങ്ങൾ കഴിച്ച മന്ത്രിമാരും ലോക കേരള സഭയെ രാജകീയമായി വരവേറ്റ സംസ്ഥാന സർക്കാരുമാണ് എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതെ, 182 പ്രവാസി പ്രതിനിധികളും MLA-മാരും MP-മാരും അടക്കം 351 അംഗങ്ങൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ കേരള ലോകസഭ അടുത്ത മാസം നടക്കുന്നു. അതിനുവേണ്ടി സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് 2 കോടി രൂപ. RR ടോക്സ് കുറേ പരതി നോക്കിയിട്ടും ഒരു പിടിയും കിട്ടാത്തൊരു വിഷയമുണ്ട്. ഈ ലോക കേരള സഭ കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം കിട്ടിയിട്ടുള്ളത്? ഇവിടെ എന്തെങ്കിലും വികസനം വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും വ്യവസായ സംരംഭങ്ങൾ വിദേശത്ത് നിന്ന് ഇവിടെ എത്തിക്കാൻ ഈ ലോക കേരള സഭയ്ക്ക് സാധിച്ചിട്ടുണ്ടോ? ഇനി പ്രവാസികൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തണം. ഒരു സംസ്ഥാന ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം 2 കോടി എന്നത് അത്ര വലിയൊരു തുകയൊന്നുമല്ല. അതൊരു സത്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്ത് ഈ 2 കോടി അനുവദിക്കുന്നതിലൂടെ സംസ്ഥാനത്തിന് എന്താണ് നേട്ടം? കാരണം നമ്മളൊരു പൈസ എന്തിനെങ്കിലും മുടക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രയോജനം വേണമല്ലോ. അതാണ് ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം. അതായത് അംഗങ്ങളുടെ യാത്രയ്ക്കും ഭക്ഷണത്തിനും മാത്രം 40 ലക്ഷം, പബ്ലിസിറ്റിക്ക് 15 ലക്ഷം, പന്തലിരിപ്പിടം 35 ലക്ഷം, താമസത്തിന് 25 ലക്ഷം, ഭക്ഷണത്തിന് 10 ലക്ഷം, അങ്ങനെ കൃത്യമായ അളവിൽ തന്നെയാണ്, അല്ലെങ്കിൽ കൃത്യമായ ഒരു കണക്കിൽ തന്നെയാണ് ഈ 2 കോടി നീക്കിയിരിപ്പ് നടത്തിയിരിക്കുന്നത്. ലോക കേരള സഭയ്ക്ക് വേണ്ടി 2 കോടി രൂപ വകയിരുത്തി എന്ന വാർത്തയ്ക്ക് താഴെ സാധാരണക്കാരായ ജനങ്ങൾ നൽകിയിട്ടുള്ള കമൻറ്റുകൾ കണ്ടാൽ തന്നെ അറിയാം ഈ ലോക കേരള സഭയുടെ സാധാരണക്കാർക്ക് എത്രത്തോളം അറപ്പുണ്ട്, വെറുപ്പുണ്ട് എന്നത്. ഒരാൾ പറയുന്നു, എല്ലാവരും അരവയർ മുറുക്കിയെടുക്കൂ, കേരള സഭ നടത്തട്ടെ. ഇനി മറ്റൊരാൾ പറയുന്നു, ഇവന്മാർ എത്ര കാശ് മുടക്കിയാലും ഒരുത്തനും ഇവിടെ കാര്യമായ നിക്ഷേപം നടത്താൻ പോകുന്നില്ല. വരുന്നു, ചായ കുടിക്കുന്നു, തള്ളു കേൾക്കുന്നു, കൈയടിക്കുന്നു, പോകുന്നു. 1-2 സഭകളിൽ പങ്കെടുത്ത അനുഭവം വെച്ച് പറയുകയാണ്. ഒരു ജോലിക്ക് പോയി സ്വന്തം ചെലവുകൾ പോലും നടത്താൻ കഴിയാത്ത വന്ധ്യവയോധികരുടെ വാർദ്ധക്യകാല പെൻഷൻ പോലും സമയത്ത് കൊടുക്കാൻ സാധിക്കാത്ത സർക്കാരുകൾ ഇങ്ങനെയുള്ള ധൂർത്തുകൾ കാട്ടുമ്പോൾ അറിയാതെ പ്രതികരിച്ചു പോകുന്നു. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കൂട്ടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വിനോദസഞ്ചാരത്തിന് പോകുവാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കും. മുഖ്യമന്ത്രിക്കും മുൻ മന്ത്രിമാർക്കും ഒരു തുമ്മൽ വന്നാൽ പോലും ചികിത്സയ്ക്കായി അമേരിക്കയിലും ജർമ്മനിയിലുമൊക്കെ പോകാൻ സാധിക്കും. ഇവിടുത്തെ സാധാരണക്കാരൻ ഇന്നും OP ടിക്കറ്റും എടുത്ത് ഡോക്ടറുടെ വായിലെ ചീത്തയും കേട്ട് ഇല്ലാത്ത മരുന്ന് ഇപ്പോൾ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ക്യൂ നിൽക്കും. എന്നാലും ഈ ലോക കേരള സഭയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? സംസ്ഥാനത്തിനോ, ജനങ്ങൾക്കോ, പ്രവാസികൾക്കോ, അല്ലെങ്കിൽ ഇനി ഇതിലെ അംഗങ്ങൾ എന്ന് പറയുന്നവർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാതെ പോകരുത്. നവകേരള ബസ് വന്നുപോയാലും ലോക കേരള സഭ നടന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ. RR ടോക്സ് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.